കേരളം വളരുകയാണ്. തുടർച്ചയായുള്ള പ്രതിസന്ധികളിൽ തളരാതെ കരുളുറപ്പുള്ള നേതൃത്വത്തിന്റെ കൈപിടിച്ച് കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടിയുണ്ട്. അന്നവർ അവരുടെ പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും ജീവിതം മെച്ചപ്പെടണമെന്നാണ് ആഗ്രഹിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ 57 മുതൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരുകളുടെ നയത്തിന്റെയും ഭരണ നേട്ടങ്ങളുടെയും ഫലമായി വലിയ പുരോഗതിയിലേക്ക് കേരളം നയിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ മാറി മാറി ഇടതു വലത് ഭരണം എന്ന സങ്കല്പം തിരിച്ചറിഞ്ഞുകൊണ്ട് 2014 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിന് 2021 തുടർ ഭരണത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് എത്തി. അത്തരമൊരു അഭിമാനകരമായ മുഹൂർത്തത്തിന്റെ 4ാം വർഷം പിന്നിട്ട അത്യന്തം അഭിമാനകരമായ ചാരിതാർത്ഥ്യജനകമായ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ആഭിമുഖ്യത്തിൽ ഈ 4ാം വാർഷിക റാലി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ 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 സഖാവ് പിണറായിക്ക് അഭിവാദ്യങ്ങൾ പിണറായിക്ക് അഭിവാദ്യങ്ങൾ ചുവപ്പൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ കാഞ്ഞങ്ങാടിൻ ചുവന്ന മണ്ണ് കാഞ്ഞങ്ങാടിൻ ചുവന്ന മണ്ണ് കാഞ്ഞങ്ങാടിൻ ചുവന്ന മണ്ണ് കാഞ്ഞങ്ങാടിൻ ചുവന്ന മണ്ണ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ ചുവപ്പൻ അഭിവാദ്യങ്ങൾ കേരള മണ്ണിൽ വികസനത്തെ കേരള മണ്ണിൽ വികസനത്തെ കേരള മണ്ണിൽ വികസനത്തെ കേരള മണ്ണിൽ വികസനത്തെ കരുതളിക്കും പോരാളിക്ക് കരുതളിക്കും പോരാളിക്ക് കരുതളിക്കും പോരാളിക്ക് കരുതളിക്കും പോരാളിക്ക് ചുവപ്പൻ അഭിവാദ്യങ്ങൾ ചുവപ്പൻ അഭിവാദ്യങ്ങൾ ചുവപ്പൻ അഭിവാദ്യങ്ങൾ ചുവപ്പൻ അഭിവാദ്യങ്ങൾ വർഗീയതയുടെ ഭ്രാന്തന്മാർ വർഗീയതയുടെ ഭ്രാന്തന്മാർ കേരള നാടിനെ ഇല്ലാതാക്കാൻ കേരള നാടിനെ ഇല്ലാതാക്കാൻ ഒപ്പുകൂട്ടും നേരത്തെ ഒപ്പുകൂട്ടും നേരത്തെ മലയാളത്തിൻ ഭൂമികയെ മലയാളത്തിൻ ഭൂമികയെ മലയാളത്തിൻ ഭൂമികയെ മലയാളത്തിൻ ഭൂമികയെ ചേർത്ത് പിടിച്ച് പ്രതിരോധിക്കും ചേർത്ത് പിടിച്ച് പ്രതിരോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിന്റെ കേരളത്തെ മാറ്റിമറിച്ച കേരളത്തിലെ ഭൂഭൂരിപക്ഷം ജനങ്ങൾക്ക് അന്തസ്സുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി നിരവധി വർഷങ്ങൾ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ മഹാപ്രസ്ഥാനമായ ജനപക്ഷ പ്രസ്ഥാനമായ LDFന്റെ പ്രസക്തി അത് ജനങ്ങളിലും പ്രത്യേകിച്ച് പുതിയ തലമുറയിലും എത്തിക്കാനുള്ള വലിയ ബാധ്യതയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാനുള്ളത്. അതോടൊപ്പം കേരളത്തിലെ ജനവിരുദ്ധ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ലക്ഷണമൊത്ത പ്രതീകമായ UDFും ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSS BJPയും മറ്റ് വർഗീയ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ജനങ്ങളുടെ സഹായത്തോടെ ചെറുത്തുതോൽപ്പിക്കാനുള്ള കടമയും നമുക്ക് ഏറ്റെടുക്കാറുണ്ട്. 10ാം വർഷത്തിലേക്ക് കേരളത്തിലെ LDF ഭരണം മുന്നോട്ട് പോകുമ്പോൾ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3ാമത്തെ LDF ഗവൺമെന്റിനെ അധികാരത്തിലേറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നിശ്ചയമായും ഈ റാലി അതിന്റെ വലിയൊരു വിളംബരമായി ഇവിടെ മാറുകയാണ്. തുടർന്ന് അത്തരം ഒരു പ്രവർത്തനമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ആ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി LDFന്റെ മുഴുവൻ പ്രവർത്തകരും LDFനെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് മടക്കുകയാണ്. ഇവിടെ LDF സംഘടിപ്പിക്കുന്ന ഈ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് LDFന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ
നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി LDF സർക്കാരിന്റെ പ്രഗത്ഭരായ 3 മന്ത്രിമാർ വേദിയിലുണ്ട്. കേരളത്തിന്റെ പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ആദരണീയനായ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. LDFന്റെ ഒട്ടേറെ പ്രമുഖരായ നേതാക്കൾ വേദിയിലുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, JDSന്റെ സംസ്ഥാന സെക്രട്ടറി PV ദിവാകരൻ, NCPയുടെ ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര, RJDയുടെ സംസ്ഥാന സെക്രട്ടറി TB ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് BV കൃഷ്ണൻ, INL ജില്ലാ പ്രസിഡന്റ് M ഹമീദ് ഹാജി, കോൺഗ്രസ് എസിന്റെ സംസ്ഥാന സെക്രട്ടറി M അനന്തൻ നമ്പ്യാർ, ജില്ലാ പ്രസിഡന്റ് PV ഗോവിന്ദൻ, കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സുരേഷ് പുതിയടത്ത്, കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സണ്ണി അരമന, കേരള കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് പുതിയവരൈ രതീഷ്, CPMന്റെ ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ MLA, CH കുഞ്ഞമ്പു MLA, CPIയുടെ ജില്ലാ സെക്രട്ടറി CP ബാബു, JDSന്റെ ജില്ലാ പ്രസിഡന്റ് PP രാജു, RSP ലഫ്റ്റനന്റ് നേതാവ് VK രമേശൻ, മറ്റൊരു വിശിഷ്ടാതിഥി കൂടി നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രമുഖ സിനിമാ നടൻ കൂടിയായ ശ്രീ കുഞ്ഞികൃഷ്ണ മാസ്റ്റർ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞികൃഷ്ണ മാസ്റ്റർ അവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരണം. അതുപോലെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M സുമതി വേദിയിലുണ്ട്. സുമതിയെ സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവും നമ്മുടെ പ്രിയപ്പെട്ട മുൻ MP-യായ സഖാവ് കരുണാരേട്ടൻ വേദിയിലുണ്ട്. സഖാവ് കരുണാരേട്ടൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി സഖാവ് ബാലകൃഷ്ണ മാഷ് വേദിയിലുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലയിലെ നഗരസഭകൾ, കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സൺ സുജാത ടീച്ചർ, നീലേശ്വരം നഗരസഭയുടെ ചെയർപേഴ്സൺ TV ശാന്ത എന്നിവരും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ റാലിയിൽ എത്തിച്ചേർന്ന LDFന്റെ മുഴുവൻ പ്രവർത്തകരെയും LDFിൽ അനുഭാവം പുലർത്തുന്ന മുഴുവൻ പൊതുജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ റാലി റിപ്പോർട്ട് ചെയ്യാൻ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ റാലിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കാഞ്ഞങ്ങാടിന്റെ പ്രിയപ്പെട്ട MLA കൂടിയായ സഖാവ് ചന്ദ്രേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാന്യായ മന്ത്രിമാർ, റവന്യൂ വകുപ്പ് മന്ത്രി CK രാജൻ, വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, രജിസ്ട്രേഷൻ വകുപ്പിന്റെ മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെ അധ്യക്ഷ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കളെ, സ്നേഹമുള്ള സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ കൺവീനർ LDF കൺവീനർ സതീഷ് ചന്ദ്രൻ ഇത്തരമൊരു റാലി സംഘടിപ്പിച്ചത് സംബന്ധിച്ച്, അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2016 മുതൽ 25 വരെയായി 9 വർഷം പൂർത്തീകരിക്കുകയാണ്. 16 മുതൽ 21 വരെ ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ 21-ൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കണം എന്ന് കേരളീയ സമൂഹം തീരുമാനിക്കുകയായിരുന്നു.
പിണറായിയുടെ നേതൃത്വത്തിലുള്ള 1ഉം 2ഉം ഗവൺമെന്റുകൾ LDFന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ദീർഘമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവിടെ പിണറായിയും അതുപോലെ മറ്റ് മന്ത്രിമാരായിട്ടുള്ള സുഹൃത്തുക്കളും സഖാക്കളും ഉൾപ്പെടെയുള്ള പദ്ധതികളോട് സംസാരിക്കും. കേരളം എന്തുമാത്രം മാറിയിരിക്കുന്നു എന്നത് സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. 16-ലെ കേരളമല്ല 25-ൽ നിലനിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അന്നിവിടെ നിലനിന്നിരുന്ന ഈ കേരളം എങ്ങോട്ട് പോകണം, ഇതെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ, ചിന്തിക്കുന്നവർ വഴിമുട്ടി നിൽക്കുന്ന ഒരു കേരളത്തെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വഴിമുട്ടി നിന്ന കേരളത്തിന് പുതിയ ദിശാമുഖം തുറന്നുകൊടുത്ത് അതിനെ ശക്തമായ രീതിയിൽ നയിച്ചിപ്പോൾ 25-ൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ വിശദീകരണത്തിന് ഞാൻ നൽകുന്നില്ല. ഈ രാജ്യത്ത് ദേശീയ തലത്തിൽ അധികാരത്തിലേക്കുന്ന ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നയം സ്വീകരിക്കുന്ന, ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആ ബദൽ നയത്തിലൂടെ നമ്മുടെ ഈ കേരളത്തെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായി അതേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറ്റിമറിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നമുക്കെല്ലാം അറിയാം. ഞാൻ അതിന്റെ ഓരോ മേഖലകളിലേക്കുമുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുകയല്ല. ഇവിടെ എന്തെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിക്കുമെന്ന് ആരും കരുതിയിട്ടില്ലാത്ത എത്രയെത്ര അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ, ആദ്യത്തെ 5 വർഷവും ഇപ്പോൾ പിന്നിട്ടിരുന്ന 4 വർഷവും ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിൽ നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് പോലും അറിയാം. ഇവിടെ ഗതാഗത സൗകര്യങ്ങളുടെ മെച്ചപ്പെട്ട സൗകര്യമുണ്ടായത്, അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ, മലയോര മേഖലയിലെ ഹൈവേയുടെ, തീരദേശ മേഖലയിലുള്ള ഹൈവേയുടെ, അങ്ങനെ തുടങ്ങി ഒരുപാട്. നമുക്ക് നമ്മുടെ നാടിന്റെ വികസനം, അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. ഇവിടെ കിഫ്ബിയെ പരിഹസിച്ചവരുണ്ട്. സ്റ്റേജിന്റെ പേര് എടുക്കുന്നു. വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, 2021 അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമിട്ടിട്ടുള്ളത്. 2021 അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള 5 വർഷക്കാലം 2016 മുതൽ 2021 വരെയും LDF സർക്കാരാണ് ഇവിടെ അധികാരത്തിലുണ്ടായത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 2016-ലെ കേരളത്തിന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. 9 വർഷമായെങ്കിലും ആ കാലം അത്ര വേഗം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. 2016-ൽ കേരളീയർ പൊതുവിൽ വല്ലാത്തൊരു നിരാശയിലായിരുന്നു. അതിന് പ്രധാന കാരണം നാട് ഒരു മേഖലയിലും മുന്നോട്ട് പോകുന്നില്ല എന്നതാണ്. അത് വെച്ചുകൊണ്ട് എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നൊരു
വാക്കുകൾ ചൊരിയുന്ന ജനങ്ങളെയാണ് ആ കാലത്ത് കാണാൻ കഴിഞ്ഞിരുന്നത്. ആ നാടിന്റെ മുന്നിലാണ്, ജനങ്ങളുടെ മുന്നിലാണ് LDF എങ്ങനെയെല്ലാം നാടിനെ മാറ്റാൻ കഴിയും എന്ന ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത്. അതായിരുന്നു 2016 പ്രകടന പത്രിക. എല്ലാ മേഖലയെക്കുറിച്ചും അന്ന് കേരളം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ പരാമർശിച്ചിരുന്നു. പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ആ പ്രകടന പത്രിക ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു. അങ്ങനെയാണ് LDFനെ ഭരണത്തിലേറ്റുന്നത്. ഭരണത്തിലേറിയ LDF സർക്കാരിന് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നത് ഏറ്റവും പ്രധാന വെല്ലുവിളിയായി മാറി. ആദ്യ മന്ത്രിസഭ തന്നെ 2016 ഒരു കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാർ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിന്റെ ദിശ വ്യക്തമാക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 600 രൂപ മാത്രമായിരുന്നു. അത് 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. നമ്മുടെ നാടിന്റെ പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്ത് എന്നാണ് അതിലൂടെ വ്യക്തമായത്. അതിന്റെ തുടർച്ചയായി ആ ക്ഷേമ പെൻഷൻ മെല്ലെ മെല്ലെ വർധനവ് തുടങ്ങി. 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായി. നമ്മുടെ സംസ്ഥാനത്തെ 60 ലക്ഷം പേർക്ക് ആ പെൻഷൻ നൽകുന്ന സ്ഥിതിയുമാണ്. ഇവിടെ കേരളത്തിന്റെ എല്ലാ കുടുംബങ്ങളും താല്പര്യപൂർവ്വം നോക്കുന്ന കാര്യമാണ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. നിർഭാഗ്യവശാൽ 2016 മുൻപുള്ള കാലം ഓരോ കുടുംബവും വല്ലാത്തൊരു ആധിയിലാവുകയായിരുന്നു. കുട്ടികളുടെ പഠനം, അതിനുള്ള സൗകര്യങ്ങൾ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലക്കുള്ള ഒട്ടേറെ ന്യൂനതകൾ, ഇതിനെക്കുറിച്ചെല്ലാം എല്ലാ കുടുംബങ്ങളിലും വേവലാതികളുണ്ടായി. നമ്മുടെ പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേറെ പ്രയാസമൊന്നുള്ളതല്ല. കാരണം ബസ്സിൽ അച്ചടിക്കാൻ കൊടുത്താൽ കൃത്യമായത് അച്ചടിച്ച് കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ആ കാലത്ത്
പാഠപുസ്തകങ്ങളുടെ പാഠഭാഗങ്ങൾ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകേണ്ട പഠിക്കേണ്ട ഗതികളുണ്ടായി. എത്രമാത്രം തകർന്നടിഞ്ഞ രംഗമായിരുന്നു അത് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാലയങ്ങൾ വല്ലാത്ത ദുരിതത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചുകൾ, വലിയ തോതിൽ അപകടാവസ്ഥയിലുള്ള പല സ്കൂൾ കെട്ടിടങ്ങൾ, എല്ലാം കൊണ്ടും ഒരു ജീർണത ബാധിച്ച അവസ്ഥ. കുട്ടികളാണെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കേണ്ട എന്ന നിലപാട് രക്ഷിതാക്കളും തന്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കേണ്ട എന്ന നിലയിൽ 5 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ആദായത്തിന്റെ ഭാഗമായി കണക്കുകൂട്ടുക തുടങ്ങി. ഒരു പുതിയ പദം ആ കാലത്ത് വന്നു, അനാദായകരായി. ആ പട്ടികയിൽപ്പെടുത്തി വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കി. അതിലൂടെ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ആരംഭിച്ചു. ഇതായിരുന്നു 2016 അവസ്ഥ. അവിടെയാണ് LDF സർക്കാർ ഒരു മിഷൻ പ്രോഗ്രാം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ ആരംഭിച്ചു. നിങ്ങളെല്ലാവരും അതിൽ പങ്കുവഹിച്ചവരാണ്. നാടും നാട്ടുകാരും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മറ്റ് ജനപ്രതിനിധികളും എല്ലാം കൂടെ സർക്കാരും ചേർന്നു. അതില് കൃത്യമായി സ്കൂളുകളിൽ വരേണ്ട മാറ്റം എന്ത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ സർക്കാരിനുണ്ടായി. അതിന്റെ ഭാഗമായി ഇടപെടൽ വന്നപ്പോൾ നാടും ജനങ്ങളും പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു. കാരണം നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ പ്രശ്നമാണ്, നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ്. 5000 കോടി രൂപ ഇതിനായി നമ്മുടെ സംസ്ഥാനത്ത് ചെലവഴിച്ചു. അതിലൂടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം നടന്നു, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നു, സ്കൂളുകൾ ഹൈടെക്കായി മാറി, നല്ല ലാബ് സൗകര്യം, നല്ല ലൈബ്രറി, കുട്ടികൾക്ക് ആവശ്യമായ മറ്റ് ആധുനിക കാലത്തിന് ചേർന്ന സൗകര്യങ്ങൾ, ആവശ്യമായ ശുചിമുറികൾ എല്ലാം നല്ല രീതിയിൽ ഒരുങ്ങി. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷത്തിൽ പരം കുട്ടികൾ പുതുതായി ചേരുന്ന അവസ്ഥയുണ്ടായി. ഇത് LDF സർക്കാർ 2016